ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട്. പുഷ് പ്രോട്ടോകോളാണ്. പുഷ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ലെയർ 1 ആൻഡ് ലെയർ 2 ബ്ലോക്ക് ചെയിനുകളിൽ വീഡിയോ സ്ട്രീമിങ്ങും ചാറ്റിങ്ങും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പല സാധ്യതകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്3 ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ നേറ്റീവ് ടോക്കൺ ആയിട്ടുള്ള പുഷ് എന്ന് പറയുന്ന ടോക്കൺ നമുക്ക് ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളിലും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടോക്കണാണ്. കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയി കണ്ടെങ്കിൽ കിട്ടും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, തീർച്ചയായിട്ടും പോയി ചെക്ക് ചെയ്യാം. ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ അവിടെ ഇപ്പോഴത്തെ ട്രെൻഡ് ഏതാണോ ആ ട്രെൻഡിനനുസരിച്ച് വേണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെൻഡ്സ് ആണ്. അതായത് മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന പലതരത്തിലുള്ള ട്രെൻഡുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ആ ട്രെൻഡുകളെന്നും അല്ലെങ്കിൽ ആ ട്രെൻഡുകൾ കൊണ്ട് എന്താണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതെന്നും എങ്ങനെ നമുക്ക് ആ ട്രെൻഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നും ആൻഡ് ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസിലും നമുക്ക് കാണാൻ സാധിക്കുന്ന പല ട്രെൻഡുകളെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളുടെ, അതായത് കാൻഡിൽസ്റ്റിക്സിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് വീഡിയോകളുടെയും ഒരു കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ട്രെൻഡുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈംസ് ഓഫ് ട്രെൻഡുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് നിങ്ങളുടെ ലൈക്കുകൾ തന്നെയാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് അടിച്ചതിന് ശേഷം എല്ലാവരും വീഡിയോ കാണാനായിട്ട് തുടങ്ങുക. നേരെ വീഡിയോ കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ട്രെൻഡുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ആൻഡ് ട്രേഡിങ് പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യവുമാണ് ഈ ട്രെൻഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ട്രെൻഡുകളാണ് ഉണ്ടായിരിക്കുക. ഒന്നാമത്തേന്ന് പറയുന്നത് അപ് ട്രെൻഡാണ്. അപ് ട്രെൻഡ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പേര് പോലെ തന്നെ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു അവസ്ഥ തന്നെ, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണ്, അല്ലെങ്കിൽ അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഓക്കെ മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡിലാണെന്ന് പറയും. അതുപോലെ തന്നെ ഇതിന് അപ് ട്രെൻഡിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബുള്ളിഷ് എന്ന്. അതായത് പ്രൈസ് ബുള്ളിഷ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങുക എന്നൊക്കെയുള്ളൊരു അർത്ഥത്തിലൂടെയാണ് നമ്മൾ ബുള്ളിഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറഞ്ഞാലും അപ് ട്രെൻഡ് എന്ന് പറഞ്ഞാലും സംഗതി ഒന്ന് തന്നെയാണ്. പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ അപ് ട്രെൻഡ് എന്നോ അല്ലെങ്കിൽ ബുള്ളിഷ് ആയിട്ടുള്ളൊരു ട്രെൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനി പ്രൈസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൗൺ ട്രെൻഡ് എന്ന്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഒരു പ്രൈസിൽ നിന്നും പ്രൈസ് ഇങ്ങനെ താഴേക്ക് വരാനായിട്ട് തുടങ്ങുകയാണ്. സോ അങ്ങനെയുള്ളൊരു മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൗൺ ട്രെൻഡ് അഥവാ ബെയറിഷ് ട്രെൻഡ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നൊരവസ്ഥ, ബെയറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് താഴേക്ക് വരുന്നൊരു അവസ്ഥ. അപ്പോൾ നമ്മൾ ബുൾ മാർക്കറ്റ് എന്നും ബെയർ മാർക്കറ്റ് എന്നൊക്കെ ഇടുന്നതായിരിക്കും. അതായത് ബുൾ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് നല്ല രീതിയിൽ വളരെ ശക്തമായിട്ട് പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം പ്രൈസ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ബുൾ മാർക്കറ്റ് എന്ന് പറയുക. അതുപോലെ തന്നെ പ്രൈസ് നല്ല രീതിയിൽ തന്നെ താഴേക്ക് പ്രൈസ് ക്രാഷ് ആയിക്കൊണ്ട് വളരെ ശക്തമായിട്ട് പ്രൈസ് താഴേക്ക് വരുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ബെയർ മാർക്കറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് ട്രെൻഡുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ട്രെൻഡുകൾ. ആൻഡ് മൂന്നാമത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് മുകളിലേക്കും പോവില്ല താഴേക്കും പോവില്ല, പ്രൈസ് ഇങ്ങനെ സൈഡ് വേസ് ആയിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതായത് പ്രൈസ് മുകളിലേക്കും പോവില്ല താഴേക്കും പോവില്ല, കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ പ്രൈസ് ഒന്ന് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് കണ്ടീഷനെയാണ് നമ്മൾ സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അപ് ട്രെൻഡ് ഉണ്ട്, അപ് ട്രെൻഡ് അഥവാ ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് ഉണ്ടായിരിക്കും, ഡൗൺ ട്രെൻഡ് അഥവാ ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡ് ഉണ്ടായിരിക്കും. ഇത് രണ്ടും അല്ലാതെ പ്രൈസ് മുകളിലേക്കും പോകുന്നില്ല താഴേക്കും പോകുന്നില്ല, സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, അതായത് കാര്യമായിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റുകളൊന്നും ഇല്ലാതെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഏത് ട്രെൻഡിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്ത് വേണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ട്രേഡിങ്ങിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നിയമമാണ് ഓൾവേസ് ഫോളോ ദ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലായ്പ്പോഴും നമ്മൾ ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ട് വേണം മാർക്കറ്റിൽ നിൽക്കാനായിട്ട്. ഇപ്പോൾ ഒരു അപ് ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് ലോങ് പൊസിഷൻസ്, അതായത് നമുക്ക് ഒരു ചെറിയ എമൗണ്ടിൽ വാങ്ങി ഒരു ചെറിയ പ്രൈസിൽ വാങ്ങി നല്ലൊരു കൂടിയ പ്രൈസിൽ വിൽക്കാൻ സാധിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ്, നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്ന ഒരു ട്രെൻഡാണ് അപ് ട്രെൻഡ് അല്ലെങ്കിൽ ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് താഴേക്ക് പോയാലും നമുക്ക് ട്രേഡ് ചെയ്ത്
പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതായത് കൂടിയ ഒരു പ്രൈസിൽ നമ്മൾ സെല്ല് ചെയ്യുന്നു, താഴേക്ക് വരുമ്പോൾ അത് ബൈ ചെയ്യുന്നു. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അപ്പ് ട്രെൻഡിലും ഡൗൺ ട്രെൻഡിലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡിൽ നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ പൊതുവേ സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡിൽ ആരും ട്രേഡ് ചെയ്യാറില്ല. കാരണം നമുക്ക് കാര്യമായിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റുകൾ, മുകളിലോട്ടോ താഴോട്ടോ പ്രൈസ് മൂവ്മെൻറ്റുകൾ കിട്ടിയാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അപ്പ് ട്രെൻഡിലോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലോ ആണ് ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഓൾവേസ് ഫോളോ ദ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതായത് ഒരു അപ്പ് ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് താഴേക്ക് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ യാതൊരു അനാലിസിസും ഇല്ലാതെ പ്രൈസ് ചുമ്മാ താഴേക്ക് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ പ്രൈസ് താഴേക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൈസ് താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതൊരു ബെയർ മാർക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ലോങ് പൊസിഷൻ, അതായത് പ്രൈസ് മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ചുകൊണ്ടുള്ള പൊസിഷൻസ് ഒന്നും നമ്മൾ എടുക്കാതിരിക്കുക. അത്തരത്തിലുള്ള ട്രേഡുകൾ നമ്മൾ എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു 3 തരത്തിലുള്ള ട്രെൻഡുകളാണ് ഉണ്ടായിരിക്കുക. ഒരു അപ്പ് ട്രെൻഡ് ഉണ്ടായിരിക്കും, ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടായിരിക്കും, ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡ് ഉണ്ടായിരിക്കും. ഇതിൽ നമ്മൾ എപ്പോഴും ഒന്നുകിൽ അപ്പ് ട്രെൻഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആയിരിക്കണം. ഈ 2 സമയങ്ങളിൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡുകൾ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ ട്രെൻഡുകളെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയുമാണ്. അതൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഓരോ ടൈം ഫ്രെയിമുകളും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടൈം ഫ്രെയിംസിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ടൈം ഫ്രെയിംസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ട്രെൻഡുകൾ പലതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ ലൈവായിട്ടുള്ള മാർക്കറ്റിൽ തന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതിനുശേഷം ഞാൻ ഏത് രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അതിന് മുൻപേ തന്നെ ഞാൻ ഏത് രീതിയിലാണ് നമുക്ക് അപ്പ് ട്രെൻഡിൻ്റെ സ്ട്രക്ചർ ഏത് രീതിയിലാണ്, ഡൗൺ ട്രെൻഡിൻ്റെ സ്ട്രക്ചർ ഏത് രീതിയിലാണ്, സൈഡ് വേസ് ട്രെൻഡിൻ്റെ സ്ട്രക്ചർ ഏത് രീതിയിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ഐഡിയൽ അപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. റിയൽ ആയിട്ടുള്ള ചാർട്ടിൽ നമുക്ക് ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വരയ്ക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ കാണാനായിട്ട് സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു അപ്പ് ട്രെൻഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു, പതുക്കെ മുകളിലേക്ക് പോകുന്നു, ആൻഡ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ആൻഡ് ഒരു പോയിന്റിൽ എത്തുമ്പോൾ പ്രൈസ് പതുക്കെ ഒന്ന് താഴേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നു, ആൻഡ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ആൻഡ് ഒരു പോയിന്റിൽ എത്തുമ്പോൾ പ്രൈസ് വീണ്ടും മുകളിലേക്ക് തന്നെ പോകാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈ പ്രൈസിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ആൻഡ് ഒരു പോയിന്റ് എത്തുമ്പോൾ പ്രൈസ് വീണ്ടും താഴേക്ക് വരാനായിട്ട് തുടങ്ങുന്നു, ആൻഡ് വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ആൻഡ് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്നു, തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്നു, ആൻഡ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഒരു അപ്പ് ട്രെൻഡിൻ്റെ ഐഡിയൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ഐഡിയൽ അപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഓക്കെ, അതായത് ഇവിടെ ഒരു ഹൈ ഉണ്ടായിരിക്കും, ലോ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഹൈനെയും ലോയിനെയും നമ്മൾ വിളിക്കുന്നത് ഇത് ഹയ്യർ ഹൈ ആണ്. ഓക്കെ, ഈ അപ്പ് ട്രെൻഡിൽ ഉള്ള ഹൈസ് എല്ലാം തന്നെ ഹയ്യർ ഹൈസ് ആണ്, ആൻഡ് അപ്പ് ട്രെൻഡിലുള്ള ലോസ് എല്ലാം തന്നെ ലോവർ ലോസ് ആണ്. ഓക്കെ, അപ്പോൾ അപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയ്യർ ഹൈസ് ആൻഡ് ഹയ്യർ ലോസോട് കൂടിയിട്ട് പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അപ്പ് ട്രെൻഡ് എന്ന് പറയാം. അപ്പോൾ അതാണ് അപ്പ് ട്രെൻഡിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ രീതിയിലാണ് നമുക്ക് അപ്പ് ട്രെൻഡുകൾ അല്ലെങ്കിൽ ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് അപ്പ് ട്രെൻഡിൻ്റെ കാര്യം. ആൻഡ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡൗൺ ട്രെൻഡിൻ്റെ കാര്യം. അതായത് പ്രൈസ് താഴേക്ക് വരുന്നു, ഒരു പോയിന്റിലെത്തുമ്പോൾ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ പ്രൈസ് പതുക്കെ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു, പക്ഷേ വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരുമ്പോൾ തൊട്ട് മുൻപുള്ള ലോയിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പ്രൈസ് താഴേക്ക് വരിക. അങ്ങനെ താഴേക്ക് വരുന്നു, ആൻഡ് ഒരു പോയിന്റിലെത്തുമ്പോൾ പ്രൈസ് പതുക്കെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു, ദെൻ അവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് വീണ്ടും താഴേക്ക് വരാണ്. അങ്ങനെ ഈ ഒരു സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഹയ്യർ ഹൈ ആണ് ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലോവർ ഹൈസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ലോവർ ഹൈസും ലോവർ ലോസും ആയിരിക്കും നമുക്ക് ഡൗൺ ട്രെൻഡിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയൽ അപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയ്യർ ഹൈസ് ആൻഡ് ഹയ്യർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് കണ്ടീഷനെയാണ് നമ്മൾ അപ്പ് ട്രെൻഡ് എന്ന് പറയുക. ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മാർക്കറ്റ് കണ്ടീഷനെയാണ് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് പറയാം. ഇനി സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള മുകളിലേക്കോ താഴേക്കോ കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ രീതിയിൽ മുകളിലേക്കോ താഴേക്കോ കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഈ രീതിയിലായിരിക്കും ഒരു ഡൗൺ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുക. അതായത് 2 ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 ലൈൻ അല്ലെങ്കിൽ രണ്ട് പ്രൈസുകൾക്ക് ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് സൈഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് കണ്ടീഷനാണ് സൈഡ് വേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അപ്പ് ട്രെൻഡിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, ഡൗൺ ട്രെൻഡിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, സൈഡ് വേസ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്.
ഇനി നമുക്ക് ലൈവായിട്ടുള്ള മാർക്കറ്റിലേക്ക് പോകാം. അതായത് ഓരോ ടൈം ഫ്രെയിമിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടൈം ഫ്രെയിംസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ക്യാൻഡിൽസും പല ടൈം ഫ്രെയിമുകളിൽ ഏത് രീതിയിലാണ് നമുക്ക് മാർക്കറ്റ് കാണിച്ചു തരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തതുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ പല ടൈം ഫ്രെയിമുകളിലും നമുക്ക് പല രീതിയിലാണ് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള പോലെ തന്നെ നമുക്ക് പല ടൈം ഫ്രെയിമിലും പല തരത്തിലുള്ള ട്രെൻഡുകളാണ് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു 1 hour ടൈം ഫ്രെയിമിലാണ്. അതായത് 1 മണിക്കൂർ ടൈം ഫ്രെയിമിലാണ്. ഇവിടെ കാണാൻ പറ്റുന്ന ഓരോ ക്യാൻഡിൽസും ഫോം ആയിട്ടുള്ളത് 1 മണിക്കൂർ സമയം എടുത്തുകൊണ്ടാണ്. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. അതായത് ഞാൻ ഇവിടെ 2 ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ലൈനിനകത്ത് നിന്നുകൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊരു സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ളത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരുന്നു, ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ആയിരുന്നു. അതായത് ഈ രീതിയിലുള്ള ഒരു പിക്ചർ ആയിരുന്നു ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഞാൻ ഈ വരച്ചിട്ടുള്ള അതേപോലെ തന്നെയാണോ ഈ ഒരു സൈഡ് വേസ് ട്രെൻഡ് കാണാൻ പറ്റുന്നത്? അല്ല, നമ്മളിവിടെ കൃത്യമായിട്ട് ഈ രീതിയിൽ വളരെ കൃത്യമായിട്ടൊരു ലൈനായിട്ടാണ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ക്യാൻഡിൽസിലേക്ക് വരുമ്പോൾ, റിയൽ ആയിട്ടുള്ള ചാർട്ടിലേക്ക് വരുമ്പോൾ അത് നമ്മൾ വരച്ച അത്രയും ഭംഗിയൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് പ്രൈസ് കാര്യമായിട്ടുള്ള മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് നടത്തുന്നില്ല, അതുപോലെ തന്നെ കാര്യമായിട്ട് താഴേക്കുള്ള മൂവ്മെൻറ്റ് നടത്തുന്നില്ല, സൈഡിലേക്കാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡ് ആണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ 1 hourൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡാണ്. ഞാൻ ഇനി ഒരു 15 minutes ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഏത് രീതിയിലുള്ള ട്രെൻഡാണ് കാണുന്നത് നമുക്ക് നോക്കാം. ഞാൻ 15 minutes ടൈം ഫ്രെയിമിലേക്ക് പോവാണ്. അപ്പോൾ ഈ 15 minutes ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഒരു ട്രെൻഡാണ്. ഏത് ട്രെൻഡാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രൈസ് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇവിടെ നിന്ന് പ്രൈസ് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു അപ് ട്രെൻഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ രീതിയിൽ ഒരു ഹൈ, ഒരു ലോ, ഒരു ഹൈ, ഒരു ലോ, ഈ രീതിയിലായിരുന്നു അപ് ട്രെൻഡ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ ഏത് രീതിയിലാണ് പോകുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോകുന്നു, ആൻഡ് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താഴേക്ക് വരുന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോകുമ്പോൾ തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈനെയും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. അവിടെ ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, അതായത് ഒരു ഹയർ ഹൈ പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. താഴേക്ക് വരുന്നു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് തൊട്ട് മുൻപുള്ള ലോയുടെ മുകളിലാണ് ഇവിടുത്തെ ലോ, അതായത് ഇതൊരു ഹയർ ലോ ആണ്. മുകളിലേക്ക് പോകുന്നു, വീണ്ടും ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുന്നു, താഴേക്ക് വരുന്നു. അപ്പോൾ ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് അവിടെ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഒരു അപ് ട്രെൻഡാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീണ്ടും നോക്കാം, നമ്മളിവിടെ ഒരു ഐഡിയൽ ആയിട്ടുള്ള അപ് ട്രെൻഡ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഈ രീതിയിലൊരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെയാണോ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള മാർക്കറ്റിൽ ഒരു അപ് ട്രെൻഡ് കാണാനായിട്ട് സാധിക്കുന്നത്? ഒരിക്കലും അല്ല. അപ്പോൾ അതാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾസും അതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുള്ള ആ കോൺസെപ്റ്റാണ്. നമുക്ക് ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളിൻ്റെ ആ ഒരു ഫിഗർ നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നല്ലാതെ നമ്മൾ കൃത്യമായിട്ട് അവിടെ നോക്കേണ്ടത് അതേപടിയുള്ള, അല്ലെങ്കിൽ ഈ ലൈൻസ് പോലെ തന്നെ പ്രൈസ് ഇവിടെ ഫോം ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളല്ല നമ്മൾ നോക്കേണ്ടത്. ആ ഒരു കോൺസെപ്റ്റ് എന്താണ്, അതായത് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടാണോ പ്രൈസ് പോകുന്നത്? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതൊരു അപ് ട്രെൻഡാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഓരോ മാർക്കറ്റും ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഓരോ ട്രെൻഡുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, നമ്മൾ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു അപ് ട്രെൻഡ് കണ്ടു. അപ്പോൾ 1 hour ടൈം ഫ്രെയിമിൽ സൈഡ് വേസ് ആയിട്ടുള്ളൊരു ട്രെൻഡായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് 15 minutes ടൈം ഫ്രെയിമിലേക്ക് വന്നപ്പോൾ അതൊരു അപ് ട്രെൻഡ് ആവുന്നത് കണ്ടു. ഇനി ഞാനൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവാണ്. ഓക്കെ, ഒരു കൂടിയ ടൈം ഫ്രെയിമിലേക്ക് പോവാണ്. അപ്പോൾ കൂടിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇതൊരു ഡൗൺ ട്രെൻഡാണ്. ഓക്കെ, അപ്പോൾ ഡൗൺ ട്രെൻഡാണ് എന്ന് പറയാനായിട്ട് എന്താ കാരണം? പ്രൈസ് താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഒന്നാമത്തെ കാരണം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡൗൺ ട്രെൻഡിൻ്റെ സ്ട്രക്ചർ എന്തായിരുന്നു? ഒരു ലോവർ ലോ ആൻഡ് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് പോകണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഇവിടെ ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് പതുക്കെ ഒന്ന് മുകളിലേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ട്. അതിനേക്കാളും ശക്തിയിൽ പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്, വീണ്ടും മുകളിലേക്ക് പോകാൻ നോക്കുന്നുണ്ട്, വീണ്ടും പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ലോ ആണ്, ഇത് ഒരു ലോ ആണ്, ഇത് ഒരു ഹൈ ആണ്, ഇതൊരു ഹൈ ആണ്. ഓക്കെ, അപ്പോൾ ലോവർ ലോസും ലോവർ ഹൈസുമാണ് ഇവിടെ ഉള്ളത്. ഇതുപോലെ തന്നെ ലോവർ ലോസും ലോവർ ഹൈസുമാണ് ഇവിടെ ഉള്ളത്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു, നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ വലിയ വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു കോൺസെപ്റ്റ്, നമ്മൾ പറഞ്ഞിട്ടുള്ള ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ട്രെൻഡുകൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. നമ്മൾ ഈ രീതിയിലാണ് ട്രെൻഡുകൾ കണ്ടുപിടിക്കേണ്ടത്. കൃത്യമായിട്ട് ഓരോ ട്രെൻഡിനും കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ കാര്യങ്ങളുണ്ടായിരിക്കും. ആൻഡ് ആ സ്ട്രക്ചർ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ടൈം ഫ്രെയിംസിൻ്റെ വീഡിയോയുടെ ഒരു തുടർച്ചയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ട്രെൻഡുകൾ നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു വീക്കിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. അതായത് ഇവിടെ കാണുന്ന ഓരോ ക്യാൻഡിൽസും ഫോം ചെയ്തിട്ടുള്ളത് ഒരാഴ്ച സമയം എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ അതായത് ഈ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഴ്ചയിലെ പ്രൈസ് മൂവ്മെൻറ്റുകളാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച പ്രൈസ് ഇവിടെ മുതൽ താഴേക്കാണ് വന്നിട്ടുള്ളത്. ഒരു റെഡ് ക്യാൻഡിലാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് താഴേക്കാണ്, ഇവിടെ നിന്ന് പ്രൈസ് താഴേക്കാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ക്യാൻഡിൽസ്റ്റിക്സിൻ്റെ വീഡിയോയിലും ടൈം ഫ്രെയിംസിൻ്റെ വീഡിയോയിലൊക്കെ കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പ്രൈസ് ഒരു ഡൗൺ മൂവ്മെൻ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഡൗൺ മൂവ്മെൻ്റ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ ട്രെൻഡ് മാത്രമേ അവിടെ കാണാൻ സാധിക്കുള്ളൂ. നമുക്ക് മറ്റേതെങ്കിലും ട്രെൻഡുകൾ കാണാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ മാത്രമായിട്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു സമയം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാനൊരു 1 hour ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. വീക്കിലി ക്യാൻഡിൽ ഞാനൊരു 1 hour ടൈം ഫ്രെയിമിലിട്ട് കുറച്ചുകൂടെ വിശദമായിട്ട് ആ ക്യാൻഡിൽ ഞാൻ കാണിച്ചു തരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ഥലമാണ് ഈ ഒരാഴ്ചത്തെ പ്രൈസ് മൂവ്മെൻറ്റ്. അതായത് ഇത്രയും പ്രൈസ് മൂവ്മെൻറ്റുകളാണ് നമുക്ക് വീക്ക്ലി ക്യാൻഡിലിൽ ഒരൊറ്റ ക്യാൻഡിലായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള പ്രൈസ് മൂവ്മെൻറ്റുകളാണ് സംഭവിച്ചിട്ടുള്ളത്? പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു ലോവർ ഹൈ ആൻഡ് ലോവർ ലോ, ഈ രീതിയിൽ പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതിനുശേഷം പ്രൈസ് ഒന്ന് സൈഡ് വേസ് ആയിട്ട് നീങ്ങുന്നുണ്ട്. ഈ രീതിയിൽ ഈ രണ്ട് പ്രൈസിനിടയിലായിട്ട് പ്രൈസ് ഒന്ന് സൈഡ് വേസ് ആയിട്ട് നീങ്ങുന്നുണ്ട്. ആൻഡ് വളരെ ശക്തമായിട്ട് പ്രൈസ് ബുള്ളിഷ് ആവുന്നുണ്ട്. വളരെ ശക്തമായിട്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. അതൊരു അപ് ട്രെൻഡിലേക്ക് പ്രൈസ് കടന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് അതിനുശേഷം പ്രൈസ് വീണ്ടും ഇവിടെ ലോവർ ലോസ്, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, അങ്ങനെ ആ രീതിയിൽ വീണ്ടും ഒരു ഡൗൺ ട്രെൻഡ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് പ്രൈസ് ഇവിടെ വീണ്ടും ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നമുക്ക് സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡ് കാണിച്ചു തരുന്നത്, സൈഡിലേക്ക് പ്രൈസ് പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കിയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും ഒരു ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ആ രീതിയിൽ വീണ്ടും ഒരു ഡൗൺ ട്രെൻഡ് കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് വീണ്ടും ഒരു സൈഡ് വേസ് ട്രെൻഡ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളിവിടെ ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഒറ്റ ക്യാൻഡിലിനകത്ത്, ആ ഒരു ഒറ്റ വീക്ക്ലി ക്യാൻഡിലിനകത്ത് എത്ര ട്രെൻഡുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ ക്യാൻഡിലും ഓരോ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിലും നമ്മൾ അതിനേക്കാളും ചെറിയ ടൈം ഫ്രെയിമുകളിലേക്ക് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെയും ഒരുപാട് ട്രെൻഡുകൾ കാണാനായിട്ട് പറ്റും. ചിലപ്പോൾ ഒരൊറ്റ ട്രെൻഡ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ രീതിയിൽ നമുക്കിപ്പോൾ ഈ കാണുന്ന പോലുള്ള പല ട്രെൻഡുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ട്രെൻഡുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ടൈം ഫ്രെയിമിലും പല ട്രെൻഡുകളായിരിക്കും കാണാനായിട്ട് സാധിക്കുക. പക്ഷേ ബേസിക്കലി 3 ട്രെൻഡ് മാത്രമേ ഉള്ളൂ. 1 അപ്പ് ട്രെൻഡ്, 2 ഡൗൺ ട്രെൻഡ്, 3 സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താണ് ട്രെൻഡ് എന്നും എങ്ങനെയാണ് നമുക്ക് പല ട്രെൻഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക? ആൻഡ് ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളും അതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള ചാർട്ടിൽ പോയിട്ടുള്ള എക്സാമ്പിളും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് അല്ലെങ്കിൽ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.